സുഭാഷിണിയമ്മേ, സുഭാഷിണിയമ്മേ. ആ അല്ല, ഇന്ന് കയ്യിലേതാണ്ടുണ്ടല്ലോ. ഒന്നുമില്ല, എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു തന്നെ ഇപ്പോഴും. എന്താ കൊച്ചേട്ടാ ഇത്? ഇതേ ഒരു പുതിയ സാധനമാ, അടിച്ചാൽ നല്ല രസമാ. നേരാ, ആശുപത്രി മണം ഒന്ന് മാറി കിട്ടും. കൊച്ചാട്ടാ, ഞാൻ കൊച്ചാട്ടൻ അടിച്ചു തരട്ടെ. എങ്ങനെ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് കൊച്ചാട്ടന്റെ വിയർപ്പ് മണമാ ഇഷ്ടം. ചേട്ടാ, ഇന്ന് എന്തായാലും നേരെ ഒരുപാടായി. തീർച്ചയായിട്ടും ഇന്ന് ലേറ്റ് ആവും. ചേട്ടാ, ഞാൻ ചെന്നിട്ട് വേണം സ്റ്റോറിൽ നിന്ന് മരുന്നെടുക്കാൻ. ഓ, അത് പറഞ്ഞപ്പോഴാ കുറെ ടെറാമൈസിൻ വേണമല്ലോ സുഭാഷിണി. എന്റെ ചേട്ടാ, ടെറാമൈസിൻ കണക്കനുസരിച്ച് 20 സ്റ്റോക്ക് കാണേണ്ടതാ, ഒരെണ്ണം പോലും ഇല്ല. അഥവാ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചാ ഒരു തപ്പം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്. ആ, പരിശോധന. സുഭാഷിണി, ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കാമെന്ന്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. കുറെ ഇരുട്ടുമ്പോ ചേട്ടൻ അങ്ങോട്ടൊന്ന് വാ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, പോവാം. ഓ, ആരെ കാര്യത്തിനിടയ്ക്കാ ചേനക്കാര്യം. ഞാൻ പോട്ടെ ചേട്ടാ. ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ഇത്? കേക്ക് നമ്മുടെ ഡോക്ടർക്ക് കൊടുത്തയക്കാനാ. നമുക്ക് ക്രിസ്മസ് ഇല്ലെങ്കിലും ഡോക്ടറിന് ക്രിസ്മസ് ഇല്ലേ? ഞാനേ ഇത് പറഞ്ഞുണ്ടാക്കിച്ചതാ. ദേ നോക്കൂ, നന്നായിട്ടുണ്ടല്ലേ? മാധവന്റെ കയ്യിൽ കൊടുത്തയക്കാൻ പോവാ. ഗൗരി, നീ അറിഞ്ഞൊരു രഹസ്യം? എന്തുവാ? നമ്മുടെ സാവിത്രി കുഞ്ഞിന് വലിയ കമ്പം. എന്തിനാ? ഡോക്ടർ ജോൺ എന്ന് പറഞ്ഞാൽ ജീവനാ. ആ, അത് നേരെ. ആ കുഞ്ഞിനും ആ ഡാക്ടർ എന്ന് വെച്ചാ എന്തോ ഇളക്കമാന്നറിയാവൂ. എന്റെ കയ്യിലല്ലേ ഇത്രയുള്ളൊരു കേക്ക് നയിച്ചത്, പേരൊക്കെ എഴുതി. ഓ, അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം എന്റെ ഗൗരി പറയാൻ വേണം. പിന്നെ കേക്ക് നന്നയച്ചത് എനിക്കറിയാൻ വയ്യായോ? അല്ല, ഏതായാലും കാര്യം സാധിച്ച്. ഇതെന്തോ ഊഞ്ഞാലാടുന്നു? സന്തോഷം കൊണ്ടൊന്ന് തൊട്ടെന്ന് വെച്ചാൽ. പിന്നെ ആ, അതൊക്കെ ഇരിക്കട്ടെ. ഈ കളി വല്ലത് മുതലാളി അറിയുന്നുണ്ടോ? എന്നെ അറിയാനാ? പ്രസവിച്ചു കഴിഞ്ഞാലേ കുഞ്ഞിന്റെ കഴുത്തിൽ ചെറിയൊരു സ്റ്റെതസ്കോപ്പ് കൂടെ കാണും. എന്തുവാ? ഈ പനിക്കുഴലേ, എന്തുവാട്ടെ, പനിയാവട്ടെ ചുമയാട്ടെ, നമുക്ക് എന്താ വേണം? വാ, വന്നേ. എന്തുവാ? ഞാൻ മിറ്റം തൂക്കട്ടെ? എപ്പോ വിളിച്ചാലും നിനക്കൊരു തൂപ്പാണല്ലോ. വന്നേ. എനിക്ക് വയറ്റ് വേദന. ആ, നിനക്ക് എപ്പോഴാ വേദന ഇല്ലാത്ത? വാ, നീ വന്നേ പറയട്ടെ. വാന്നേ, എനിക്ക് ദേഷ്യം കയറ്റരുത്. വാ, വന്നേ. എന്തോന്ന് അയ്യോ കൊച്ചേട്ടാ, ഡോക്ടർ! കൊച്ചേട്ടാ, ഓടിക്കൂ!
കാപ്പി. നോക്കേ നോക്കേ, കാപ്പി. എന്താ ഇന്നിങ്ങനെ ഒരു ഉറക്കം? കൂടുതൽ ഉറങ്ങിപ്പോയി. കാപ്പി. എനിക്ക് ഇവിടെ ഒരു വേദന. എവിടെ? എനിക്കിവിടെ ഒരു വേദന. ഡോക്ടറെ കാണണം. വേണ്ട, ഗർഭിണികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതൊരു രോഗമൊന്നുമല്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ ഗീതാരാഘവനെ വിളിച്ച് കാണിക്കാം. ഡോക്ടർ ജോൺ എത്ര നല്ല ആളാണെന്ന് അറിയാമോ? അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാകുമായിരുന്നില്ല. പോസ്റ്റാസൈക്ലിൻ എത്ര സ്റ്റോക്ക് ഉണ്ട്? ഒന്നുമില്ലേ? ഇല്ല. സിസ്റ്റർ, നിങ്ങൾ മിടുക്കിയായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവർ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. എനിക്ക് അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. ഇന്നലെ രാത്രി വെളിച്ചം കണ്ടപ്പോ ഓടിക്കളഞ്ഞ എന്തിനാണ്? ഓടിയോ? അതെ, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും കൂടി. അഥവാ ഓടിയെങ്കിൽ നിയമമനുസരിച്ച് അതിനുള്ള നടപടി അങ്ങ് എടുത്തു. പിന്നെ ഒരു കാര്യം, കീഴ് ജീവനക്കാരിയാണെന്ന് വെച്ച് എന്തും ചെയ്തു കളയാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ നടക്കുന്ന കീഴ് ജീവനക്കാരികളും കാണും. എല്ലാവർക്കും കണ്ണും കാതും ഒക്കെ ഉണ്ട് ഡോക്ടർ. പറയുന്നില്ലെന്നേ ഉള്ളൂ. പറയണം. എന്തിനാ? പറയൂ, കേൾക്കട്ടെ. 10-12 വർഷത്തെ സർവീസായി ഡോക്ടർ. പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. രോഗികൾ സുഖമായി വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാരിതോഷികം തന്നിരിക്കും. അതൊരു കീഴ്വഴക്കമാണ്. അതിന്റെ പേരിലല്ലേ കേസ് എടുപ്പിച്ച് നിങ്ങൾ എന്റെ 1 വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞത്? ഞങ്ങൾക്ക് ജീവിക്കാൻ മതിയായ ശമ്പളം കിട്ടുന്നുണ്ടോ? ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. കള ഡോക്ടർ വേദാന്തം. കഥ അടച്ചാൽ പിന്നെ അകത്ത് നടക്കുന്നതൊന്നും പുറത്തറിയില്ലെന്നാ വിചാരം. അല്ലെങ്കിൽ ഞാൻ എന്തിനൊക്കെ പറയണം? ഡോക്ടർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മരുന്നിനുള്ള ഇന്ത്യൻ ഒപ്പിട്ടാൽ മതി. ഞാൻ പോകുന്നു. സുഭാഷിണി, നമുക്ക് ഇനി ഒരു പുതിയ ഫിറ്റിംഗ് നടത്തിക്കണം. ഓ, എന്തോന്നാ? ഇനിയും ഫിറ്റിംഗ് കഴിഞ്ഞില്ലയോ? അതല്ല, നമുക്കൊരു എഴുത്തെഴുതണം. മുതലാളിക്ക് ഒരു ഊമക്കത്ത്. അത് തന്നെ. ആ ഡോക്ടർ ജോണിന്റെ ചാട്ടം ഒന്ന് നിർത്തിയിട്ടേ ഉള്ളൂ. വലത്തേക്ക് കണ്ടില്ല, ഇടത്തേക്ക് കണ്ട് എഴുതിയാലേ കയ്യക്ഷരം അറിയാതിരിക്കും. ശരി. PV പിള്ള അറിയാൻ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. പക്ഷേ ഡോക്ടർ ജോണിന്റെയാണ് കുട്ടി എന്നുള്ളത് ഈ കത്തെഴുതുന്ന ആൾക്ക് വ്യക്തമായിട്ടറിയാം. അറിയാം. വല്ലവന്റെയും കുട്ടിയാണ് നിങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ വളരുന്നത്. ശ്രമിച്ചാൽ ഡോക്ടർ ജോണിനെ സ്റ്റാൻഡിൽ പിടിക്കാം. എന്ന് നിങ്ങളുടെ ഒരു ഗുണകാംക്ഷി ചേച്ചി, സാവിത്രിക്ക് എങ്ങനെ ഇരിക്കുന്നു? അവള് ഡോക്ടറെ കാണാൻ പോയി. ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ. കാറിന്റെ ശബ്ദം കേട്ട് എണീറ്റ് ചെന്നപ്പോഴാ അവള് ഡ്രൈവറെയും കൂട്ടി പോയെന്നറിഞ്ഞു. ഈ കുട്ടി ഇങ്ങനൊക്കെ തുടങ്ങുന്നത് എന്താണാവോ? ഇനി സാവിത്രി പൊയ്ക്കുള്ളൂ. ഡോക്ടറും എന്റെ കൂടെ വരണം. ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണം ഡോക്ടർ. ശരി, ഞാൻ കൂടി വരാം.
സാവിത്രി വന്നിരുന്നു ഇവിടെ? വന്നിരുന്നു. എന്നിട്ട് എവിടെ പോയി? എങ്ങോട്ട്? അതറിഞ്ഞുകൂടാ. ഡോക്ടറുണ്ട് കൂടെ. സാവിത്രി, യു ആർ ഓൾ റൈറ്റ്. വേദന വന്നാൽ കഴിക്കാനുള്ള മരുന്ന് തന്നിട്ടില്ലേ? അത് കഴിച്ചോളൂ. പോയി കിടക്കും. പോണ്ട ഡോക്ടർ, എനിക്ക് വീണ്ടും വേദന വരും. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? വിടൂ, സമയമാകും. ഇല്ല, ഞാൻ വിടില്ല. എന്താ ഇത്? ഹലോ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഡോക്ടർക്ക് ഇപ്പൊ തന്നെ പോണോന്ന്. ഈ ഡോക്ടർ ഇത്ര സ്നേഹമില്ലാത്ത ആളാണെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഡോക്ടർ മേലാൽ സാവിത്രിയുടെ കാര്യത്തിൽ ഇത്രയേറെ താല്പര്യം എടുക്കണമെന്നില്ല. അസുഖമുള്ളപ്പോൾ ഞാൻ അറിയിക്കാം. അപ്പോൾ വന്നാൽ മതി കേട്ടോ.